വർഗീയ പരാമർശവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 300 സീറ്റ് ലഭിച്ചപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞു. 400 സീറ്റ് നേടി ബിജെപി അധികാരത്തിൽ വന്നാൽ കൃഷ്ണജന്മഭൂമിയിലും ഗ്യാൻവാബിയിലും ക്ഷേത്രങ്ങൾ പണിയുമെന്നായിരുന്നു ഹിമന്തയുടെ പരാമർശം. ജാർഖണ്ഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയും രാമക്ഷേത്രവും പറഞ്ഞ് പ്രചാരണം നടത്തുന്ന ബിജെപിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ നിലനിൽക്കെയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ വർഗീയ പരാമർശം. ബിജെപി 400 സീറ്റ് നേടി അധികാരത്തിലെത്തിയാൽ കൃഷ്ണജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 300 സീറ്റ് നേടിയാൽ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്ന വാഗ്ദാനം നിറവേറ്റിയെന്നുമായിരുന്നു ഹിമന്തയുടെ പരാമർശം. മാത്രമല്ല, ഔറംഗസീബ് കൃഷ്ണജന്മഭൂമിയിലാണ് ഷാഹി ഈദ്ഗാഹ് പണിഞ്ഞത്. അവിടെ ക്ഷേത്രം നിർമ്മിക്കാനാണ് തീരുമാനം. ബിജെപി അധികാരത്തിലെത്തിയാൽ ഗ്യാൻവാബി പള്ളിയുടെ സ്ഥാനത്ത് ക്ഷേത്രം പണിയുമെന്നും ജാർഖണ്ഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. लास्ट टाइम हमारा साथ 300 सीट था. हमने क्या किया? हमने राम मंदिर का प्राण प्रतिष्ठा किया कि नहीं किया? किया ना? 100% किया ना? अगर 300 सीट में राम मंदिर का प्रतिष्ठा हुआ तो 400 सीट में कृष्ण जन्मभूमि भी बनेगा कि नहीं बनेगा? बनाना है कि नहीं? मथुरा में कृष्ण जन्मभूमि बनाना है ना? औरंगजेब ने कृष्ण जन्मभूमि में शाही ईदगाह बना के दिया था. एक तो बाबर ने बाबरी मस्जिद बनाया था अयोध्या में. औरंगजेब ने कृष्ण जन्मभूमि में शाही ईदगाह बनाया था. മോദി ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾ പ്രചാരണത്തിലുടനീളം അയോധ്യയും രാമക്ഷേത്രവും പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വിവിധ ബിജെപി നേതാക്കൾക്കെതിരെ പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ബിജെപിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് ഇത്തരം പരാമർശങ്ങളെന്ന വിമർശനമാണ് വ്യാപകമാകുന്നത്. അതേസമയം ഒഡീഷയിലെ ഭുവനേശ്വരിൽ മറ്റൊരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഹിമന്ത ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെയും പിന്തുണച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.